السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാനിലെ ഈ പരിശുദ്ധമായ നാളുകളിൽ ഖുർആനിൻ്റെ അകമ്പൊരുൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് നാം. സൂറത്ത് ത്വാഹയിലാണ് നാം ചെന്ന് നിൽക്കുന്നത്. 20-ാമത്തെ അധ്യായമാണ് ഖുർആനിൽ സൂറത്ത് ത്വാഹ എന്ന് പറയുന്നത്. ഖുർആൻ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ഖുർആനിൻ്റെ തർത്തീബ് അനുസരിച്ച് 20-ാമത്തെ അധ്യായമാണ്. അവതരണത്തിൻ്റെ തർത്തീബ് അനുസരിച്ച് 45-ാമത്തെ സൂറയായാണ് സൂറ മറിയം സൂറ ത്വാഹ അവതരിച്ചിട്ടുള്ളത്. സൂറ മറിയമിൻ്റെ ശേഷം സൂറ വാഖിഅയുടെ മുമ്പായാണ് ഈ അധ്യായം ത്വാഹ അവതരിച്ചിട്ടുള്ളത്. ഇതിൽ 135 വചനങ്ങളാണ് ഉള്ളത്. 135 വചനങ്ങൾ, 1335 വാക്കുകളുണ്ട്. 1335 വാക്കുകൾ. ഇതിൽ 173 വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ്. 173 വാക്കുകൾ 692 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ആവർത്തിക്കാത്ത വാക്കുകൾ 643 ആണ്. ആവർത്തിക്കാത്തത് 643. അപ്പോൾ 173 പ്ലസ് 643 സമം ഇത്രയും വാക്കുകൾ പഠിച്ചാൽ ത്വാഹ നമുക്ക് പരിപൂർണമായി പഠിക്കാൻ സാധിക്കും എന്നർത്ഥം. ലഫ്ലുൽ ജലാല, അല്ലാ എന്ന ലഫ്ല് ഇതിൽ 6 പ്രാവശ്യം ആവർത്തിച്ച് 6 വചനങ്ങളിലായി വന്നിട്ടുണ്ട്. അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾ ഈ സൂറയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മുസ്ഹഫ് നമ്മൾ മറിച്ച് നോക്കിയാൽ 312 മുതൽ 321 വരെയുള്ള 9 പേജുകളിലാണ് ഈ സൂറ ഉള്ളത്. 312 മുതൽ 321 വരെ. 16-ാമത്തെ ജുസയിൽ ആരംഭിച്ച് 16-ാമത്തെ ജുസയിൽ തന്നെ ഇത് അവസാനിക്കുന്നു. 31, 32 ഹിസ്ബുകളാണ് ഈ സൂറ ഉള്ളത്. ഈ സൂറ മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്. ഇതാണ് ഈ സൂറയെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ അധ്യായം ത്വാഹ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വലിയ വികാരമുണ്ടാക്കുന്ന ഒരധ്യായമാണ്. വിശ്വാസിയുടെ ഹൃദയത്തെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരധ്യായമാണ് ഇത്. നമുക്കറിയാം, വഹ്യ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ദിവ്യബോധനം. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രകാശമായിരുന്നു, സന്മാർഗത്തിലേക്കുള്ള വലിയൊരു പാതയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമാധാനം നൽകുന്ന ഒന്നാണ്. ഈമാനിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലാത്ത റാഹത്ത് നൽകുമല്ലോ വിശുദ്ധ ഖുർആൻ. എത്ര ക്ഷീണിച്ച മനസ്സുകൾക്കും ഹൃദയങ്ങൾക്കും സമാശ്വാസമാണല്ലോ ഖുർആൻ. വിശേഷിച്ചും സൂറത്ത് ത്വാഹ. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വെളിച്ചമാണ് ഈ സൂറ. ഞാൻ എപ്പോഴും എനിക്ക് അത് വായിക്കുമ്പോൾ അനുഭവപ്പെടാറുള്ളത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള സമാധാനം ആ സൂറക്കകത്തുണ്ട് എന്നതാണ്. അത് നമ്മൾ ഈ സൂറയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവനെ ഇഷ്ടപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു അപമാനിക്കുകയില്ല എന്നത് ഈ സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നിറഞ്ഞൊഴുകുകയാണ് ഈ സൂറയിൽ. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരു വെള്ളം കുത്തൊലിച്ചു വരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സമാധാനം ചൊരിയുകയായിരുന്നു. വിശേഷിച്ചും
ഈ അധ്യായം അവതരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി 6-ാമത്തെയോ 7-ാമത്തെയോ വർഷമാണ്. ഹിജ്റക്ക് പോകുന്നതിന് കുറച്ച് മുമ്പ് എന്നർത്ഥം. അത് സത്യത്തിൽ നമുക്കറിയാലോ, നമ്മളിതുവരെ പറഞ്ഞു വന്ന എല്ലാ അധ്യായങ്ങളുടെയും സന്ദർഭം അതായിരുന്നു. കടുപ്പമുള്ള പരീക്ഷണങ്ങൾക്ക് തിരുമേനി വിധേയമായ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് ത്വാഹ യഥാർത്ഥത്തിൽ വലിയൊരു ആശ്വാസമായിരുന്നു. നബിയെ സമാധാനം കൊണ്ട് തഴുകുകയായാണ് നബിക്കത് ഫീൽ ചെയ്തത്. നബിയുടെ ഹൃദയത്തിന് ലഭിച്ച സമാധാനം, നബി അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള ലഘൂകരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ അധ്യായം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അതാണല്ലോ, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നബിയോട് പറയാണ്, നബിയെ നിങ്ങൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചെന്നത് താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല എന്ന് വെച്ചാൽ ഇതൊന്നും എന്തല്ല, കഷ്ടപ്പാടല്ല എന്ന്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാട് ആർക്കാ? അത് അള്ളാഹുവിൻ്റെ ഈ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർക്കാണ്, ഈ പ്രകാശം വേണ്ടെന്ന് വെച്ചവർക്കാണ്. അവരാണ് കുടുസായ ജീവിതം അനുഭവിക്കുന്നത്. അവർക്ക് എത്ര ദുനിയാവുണ്ടായാലും പുറത്തുനിന്ന് നോക്കാൻ നമുക്ക് തോന്നും അവർക്ക് എന്തോ ഒരു സുഖമാണ്, പക്ഷെ അവർക്കൊരു സമാധാനവും ഉണ്ടാവില്ല. മറ്റവർക്കോ ഈ പ്രകാശത്തിൻ്റെ വീതിയിലേക്ക് പ്രവേശിച്ചവർക്ക് ദുനിയാവ് കുറച്ച് കുറഞ്ഞാലും ഭയങ്കര സമാധാനം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഒരിക്കലും സമാധാനം, സന്തോഷം, സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഈ ദുനിയാവിലെ കേവല വിഭവങ്ങളിലല്ല, മറിച്ച് ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞ ഹൃദയങ്ങൾക്കാണ് സമാധാനം കിട്ടുക. ത്വാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ത്വാഹ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ ഡിക്ഷണറികൾ പരിശോധിച്ചാൽ അതിമനോഹരമായ ഒരാശയമുണ്ട്. ത്വാഹ എന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന പേരാ. യാ റജുൽ, യാ ഹബീബി എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ വിളിച്ചത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. താങ്കൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചെന്നത് താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല എന്ന് റസൂലിനെ വിളിച്ച് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്. അതോ ആ വിളിയിലടങ്ങിയ സ്നേഹം ഭയങ്കരമാണ്. അത്തരത്തിലുള്ള ചില വിളികളൊക്കെ, ചില സാന്ത്വനങ്ങളും ചില തലോടലുകളുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ് ത്വാഹയിലൂടെ. നമുക്കും അത് കിട്ടും. ഈ ത്വാഹ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമുക്കും ആ സമാധാനം കിട്ടും. നമുക്ക് ഒരുപാട് സവിശേഷതകൾ ഈ അധ്യായത്തിന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും വലിയ സവിശേഷതയായി എനിക്ക് തോന്നുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിന് ഈ അധ്യായം കാരണമായി എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ഓപ്പനിങ് ആയിരുന്നു. നബിയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ അത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം നബി ആഗ്രഹിച്ചിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കിട്ടിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്. മനസ്സിലായില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉമർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഞങ്ങൾക്ക് വല്ലാത്ത ഇസ്സത്ത് കൈവന്നു. കാരണം ഉമറിൻ്റെ ഇസ്ലാം ഞങ്ങൾക്കൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതാ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് നോക്കൂ, കഅബയുടെ അടുത്ത് വെച്ച് സ്വലാത്ത് നിർവഹിക്കാൻ സാധിക്കാത്ത ദാരുണമായ അനുഭവം ഉണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആകുന്നത് വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, വല്ലാഹി മസ്തതഅന അൻ നുസല്ലി ഇൻദൽ കഅബ ഹത്ത അസ്ലമ ഉമർ. ഉമർ ഇസ്ലാം ആകുന്നത് വരെ ഞങ്ങൾക്ക് അള്ളാഹുവാണ് കഅബയുടെ അടുത്ത് വെച്ച് നിസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു വല്ലാത്ത സംഗതിയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി തോന്നിയത്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. നോക്കൂ, ഇതിറങ്ങിയ അന്തരീക്ഷം മനോഹരമാണ്. ഞാൻ പറഞ്ഞു 5, 6, 7 ഈ വർഷങ്ങളിൽ നുബുവത്ത് കിട്ടിയിട്ട് 5-ാമത്തെയോ 6-ാമത്തെയോ 7-ാമത്തെയോ വർഷമാണ് ഇത് അവതരിക്കുന്നത്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 6-ാമത്തെയോ 7-ാമത്തെയോ വർഷമാണ് ചരിത്രം പരിശോധിച്ചാൽ. അപ്പൊ അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ത്വാഹ അവതരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ സഹോദരി ഫാത്തിമ ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം കടന്നു ചെല്ലുന്നത്, കൊല്ലാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്. അപ്പോഴാണ് ത്വാഹ കൊടുക്കുന്നത്.
അപ്പൊ ആ താഹ ഇറങ്ങിയ ഉടനെയായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ അന്തരീക്ഷമാകട്ടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. വല്ലാത്ത ഭയം മുസ്ലിങ്ങൾക്കുണ്ടായ, ഒരുപാട് നഷ്ടങ്ങളുണ്ടായ വല്ലാത്ത ഒരു കാലം. ഈ കുഫാറുകളിലെ നേതാക്കന്മാർ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനീങ്ങളോടും വല്ലാത്ത കോപം കാണിക്കുകയും ഏറ്റവും കഠിനമായി ഉപദ്രവിക്കുകയും ചെയ്തു. അതാണ്. നോക്കൂ, എത്രയെന്ന് വെച്ചാൽ എത്ര കടുപ്പുള്ളതാ, പറഞ്ഞാൽ തീരൂല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിനടുത്ത് വെച്ച് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഉഖബ ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിൽ പോയ നബിയുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട്, നിങ്ങൾ ആലോചിക്കുക എന്തൊരു മ്ലേച്ഛമായതാണെന്ന്. അബൂബക്കർ സിദ്ദീഖിനെ അടിച്ച് അവശരാക്കി. അദ്ദേഹത്തിന് ആ അടിയുടെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ട ഒരു കാലമാണിത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ ഈ ഹറമിനടുത്ത് വെച്ച് ഉറക്കെ പാരായണം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തെ അടിച്ച് അദ്ദേഹത്തിന്റെ മുഖം പത്തിരിയാക്കി. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചോരൊലിച്ച് ഭയങ്കര പ്രയാസമായി. ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുഫാറുകൾ അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നശിപ്പിച്ചു അടിച്ചിട്ട്. നമ്മൾ ആലോചിക്കൂ, ഇങ്ങനെ അടിമകളെ മുഴുവൻ, നബി തിരുമേനിയിൽ വിശ്വസിച്ച അടിമകളെ മുഴുവൻ അതിശക്തമായി ദ്രോഹിച്ചു. അതിശക്തമായി ഇരുമ്പിന്റെ ചില വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട്, ഇരുമ്പ് കൊണ്ടുള്ള ചില പൊതികൾ ധരിപ്പിച്ചിട്ട് സൂര്യപ്രകാശത്ത്, സൂര്യന്റെ നട്ടുച്ച സൂര്യന്റെ ഇതിൽ അവരെ കിടത്തി, എന്നിട്ട് ദ്രോഹിച്ചു. നോക്കൂ എന്തുമാത്രം വല്ലാത്തൊരു സന്ദർഭം. അപ്പോഴാണ് ഈ സൂറത്ത് ത്വാഹ, അപ്പോഴാണ് നബിയെ അല്ലാഹ് വിളിക്കുന്നത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. നിങ്ങൾ ആലോചിക്കൂ, കടുപ്പമുള്ള ഈ തരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീരിനെ ത്വാഹ തുടക്കുകയാണ്. നബിയുടെ വേദനയ്ക്ക് ത്വാഹ ലഘൂകരണം നൽകുകയാണ്. നബിയെ ബാധിച്ചിട്ടുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളും, നബിയെ മാത്രമല്ല സഹാബത്തിനെയും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ ഒരു ആശ്വാസമുണ്ട് എന്ന വാക്ക് പറയുകയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മിപ്പിക്കണത് എന്താ? ഖുർആൻ എന്തിനുള്ളതല്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. കഷ്ടപ്പെടാൻ വേണ്ടിയുള്ളതല്ല ഖുർആൻ. കഷ്ടപ്പാടില്ല, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതിനുള്ളതല്ല ഖുർആൻ. മറിച്ച് അത് നൂറാണ്, പ്രകാശമാണ്, അത് കാരുണ്യമാണ്. വിശ്വാസികൾക്ക് ഒരുപാട് സുവിശേഷങ്ങളാണ് അതിലുള്ളത്. അത് കാരുണ്യവാനായ റബ്ബിന്റെ സമാധാനത്തിനുള്ള സന്ദേശമാണ് അതിലുള്ളത് സബറിനും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിനുമുള്ള ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളുമാണ്. അതാണ് ത്വാഹ മാ അൻസൽനാ ഇലൈക്കൽ ഖുർആന ലിതശ്ഖാ. അഥവാ ഈ അധ്യായം നമ്മളോട് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പാടല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൗഭാഗ്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേട്ടമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. അതാണ് ഇസ്ലാം. ഒരിക്കലും ഇസ്ലാമിന് മുസ്ലിമായതിൻ്റെ പേരിൽ ആരും എന്ത് ചെയ്യണ്ട? കഷ്ടപ്പെടണ്ട. അതെ, അതാണ്, കഷ്ടപ്പെടണ്ട. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ശരി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സന്ദേശം ആർക്കാ ഉപകാരപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമാകാൻ, മതം സ്വീകരിച്ച് മതമനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പറയും, പക്ഷേ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് പറയുന്നത് നിങ്ങൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്താൽ, നിങ്ങളൊരു നല്ല മുസ്ലിം ആയാൽ നിങ്ങൾ കഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ്. ദുനിയാവിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്, പക്ഷെ കഷ്ടപ്പാടുണ്ടാവില്ല. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മുസ്ലിമായതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാൽ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് കഷ്ടപ്പാടായി അനുഭവപ്പെടില്ല എന്നർത്ഥം. അതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വസിച്ചവർക്കും നൽകുന്ന വലിയ ഒരു പരിഗണനയാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ ഓരോ സംഭവങ്ങളും. അതാണ്, ഓരോ സംഭവങ്ങളും. നോക്കൂ, ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കരുത്ത് നൽകലാണ്,
സമാധാനം നൽകലാണ്. നബിയോട് പറയണം, നബിയെ, നിങ്ങൾക്ക് ഖുർആൻ തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തല്ല, അത് കഷ്ടപ്പെടാൻ വേണ്ടിയതല്ല, അത് റഹ്മത്താണ്. റഹ്മത്താണ്. അതാണ് തുടങ്ങിയത് തന്നെ അങ്ങനെയാണല്ലോ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇതിന്റെ പ്രധാന കണ്ടന്റുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ വേണ്ടിയുള്ളതല്ല, ബുദ്ധിമുട്ടാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങൾക്കതൊരു പ്രകാശമാണ്, നിങ്ങൾക്കതൊരു നൂറാണ്. നിങ്ങളുടെ ബാധ്യത അത് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നതാണ്. അതാണ് രണ്ടാമത്തെ ഇതിലുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ കഴിവുകളും. അത് ഒരു സൃഷ്ടാവെന്ന നിലയ്ക്ക് അള്ളാഹുവിൻ്റെ മഹത്വം ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഇതിലുള്ളത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. ഏറ്റവും വിശദമായി മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശദീകരിച്ചിട്ടുള്ളത് ഈ അധ്യായത്തിലാണ്. ഒരുപാട് വചനങ്ങളുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, അപ്പം നമുക്ക് മനസ്സിലാവും. ഏത് മുതൽ എന്ന് വെച്ചാൽ മൂസാ അലൈഹി ഇസ്ലാമിന് റിസാലത്ത്, നുബുവത്ത് നൽകുന്നത് മുതൽ അവസാനത്തെ ചരിത്രം വരെ കുറച്ച്, അതിൻ്റെ ഇടയ്ക്ക് ആദ്യ ചരിത്രവും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രവും പറയുന്നുണ്ട്. നാലാമത്തെ വിഷയം ഇതിലുള്ളത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥ, മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത്, ശൈത്താൻ അവർക്ക് വസ്വാസ് നൽകിയത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചത്, പിന്നീട് അവർ തൗബ ചെയ്യുന്നത്, ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്നത്, അതൊക്കെ ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. മറ്റൊരു വിഷയം ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള രംഗങ്ങളാണ്. ഖിയാമത്ത് നാളിലെ ഒരുപാട് രംഗങ്ങൾ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികൾക്കും വിശ്വാസികൾക്കല്ലാത്തവർക്കും ഖിയാമത്ത് നാളിൽ കിട്ടുന്ന അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായി ഈ അധ്യായത്തിലുള്ളത് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ വിജയവും വിശ്വാസികളെ നിങ്ങൾക്കുണ്ട് എന്ന സമാധാനത്തിൻ്റെ വാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിനോട് ഒട്ടി നിൽക്കണം, ഖുർആനിൽ നിന്ന് അകന്നു പോകരുത്. ഖുർആനിൽ നിന്ന് അകന്നു പോയാൽ നിങ്ങൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്നതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒറ്റ നോട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണുന്ന മൊത്തത്തിലുള്ള വിഷയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട രംഗമെന്ന്. അത് നമ്മൾ ശരിക്ക് ഓരോന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് ശരിക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ സൂറയുമായി ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട്. നോക്കൂ, ഈ സൂറയുടെ ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കവും ഇതിനു മുമ്പുള്ള സൂറ മറിയമിൻ്റെ ഉള്ളടക്കവും തമ്മിൽ ചില പാരസ്പര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മറിയം അവതരിച്ച ഉടനെയാണ് ശേഷമാണ് ആര് വരുന്നത്? ഈ സൂറ ത്വാഹ വരുന്നത്. ഖുർആനിലും അത് തന്നെയാണ് അതിൻ്റെ തെർത്തീബ്. സൂറത്ത് മറിയം നമുക്കറിയാം, അതിൽ ഏതാനും പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. സക്കരിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, യഹ്യ, ഈസ, ഇവരെ കുറിച്ച്, ഈ 3 പ്രവാചകന്മാരെ കുറിച്ചും ഒരല്പം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതോടൊപ്പം മൂസാ നബിയെ കുറിച്ച് വളരെ ഒരു രത്നച്ചുരുക്കം, ചെറിയ ഒരു ചരിത്രം പറയുന്നുണ്ട്. മറ്റുള്ള കുറെ പ്രവാചകന്മാരെ കുറിച്ച് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോകുന്നുമുണ്ട്. എന്നിട്ട് സൂറത്ത് മറിയമിന്റെ 58-ാമത്തെ വചനം നമ്മൾ വായിച്ചിരുന്നല്ലോ. ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയത്തി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈന എന്ന് പറയുന്നുണ്ട്. നബിമാർക്ക് അള്ളാഹു നൽകിയ ആ അൻഅമ, അള്ളാഹു അനുഗ്രഹിച്ച ആ നബിമാരുടെ ആ സന്താന പരമ്പര ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. എന്നാൽ ഈ അധ്യായം, സൂറത്ത് മറിയം അങ്ങനെയാണെങ്കിൽ, ഈ അധ്യായം മൂസാ നബിയുടെ കഥ വളരെ ചുരുക്കി, മറിയമിൽ പറഞ്ഞ മൂസാ നബിയുടെ കഥ ഇവിടെ വളരെ വിശദീകരിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥയും, ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറ മറിയമിൽ ഒരു പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഓതിയ മിൻ ദുർരിയത്തി ആദം എന്ന് പറഞ്ഞ ആ പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ആദം നബിയെ കുറിച്ചും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നു. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ആ പാരസ്പര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സൂറത്ത് ത്വാഹയും സൂറത്ത് മറിയമും തമ്മിൽ, സൂറത്ത് മറിയമിന്റെ അവസാനം, സൂറത്ത് മറിയമിന്റെ 97-ാമത്തെ വചനം
നമുക്കറിയാം ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ എന്നാണ്. നിന്റെ ഭാഷയിൽ നബിയോട് പറയാം, നബിയെ നിങ്ങളുടെ ഭാഷയിൽ ഈ ഖുർആനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കുവാനും ഇതിനോട് ശത്രുത കാണിക്കുന്നവർക്ക് താക്കീത് നൽകുവാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്ത് മറിയമിന്റെ 97-ാമത്തെ വചനം, അവസാന ഭാഗം എന്നർത്ഥം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാ? ഖുർആനെ കുറിച്ചാണ് അവിടെയും പറഞ്ഞത്, ഇവിടെയും ഖുർആനെ കുറിച്ച്. അവിടെ പറഞ്ഞത് ഖുർആൻ മുത്തഖീങ്ങൾക്ക് സുവിശേഷമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും ഖുർആന്റെ പേരിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരികയില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്ത് ത്വാഹയും ഇനി അതിന്റെ ശേഷം വരുന്ന സൂറത്ത് അംബിയ വരാൻ പോകുന്നുണ്ട്. അതും തമ്മിലും ഭയങ്കര ബന്ധം കാണാൻ സാധിക്കും. സൂറത്ത് ത്വാഹയിലെ അവസാനത്തെ വചനം, ഈ സൂറത്തിലെ അവസാനത്തെ വചനം, ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സബിയ്യി വമൻ ഇഹ്തദാ. നിങ്ങൾക്ക് അറിയും, വഴിയെ നിങ്ങൾ അറിയും ആരാണ് സ്ട്രെയിറ്റ് പാത്തിലുള്ളവർ, ആരാണ് ഹിദായത്ത് കിട്ടിയവർ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് 135-ാമത്തെ ത്വാഹയിലെ അവസാനത്തെ വചനം അവസാനിക്കുന്നത്. നിങ്ങൾക്കറിയോ സൂറത്ത് അംബിയ എന്താ? സൂറത്ത് അംബിയ ഇങ്ങനെ നേർക്കുനേരെയുള്ള അള്ളാഹുവിന്റെ ശരിയായ സിറാത്തിൽ പ്രവേശിച്ചവരുടെ ചരിത്രമാണ്. അതിന്റെ പേരെന്നെ അംബിയ എന്നാണ്. അംബിയാക്കന്മാരാണല്ലോ ഈ സിറാത്തുൽ സവിയിൽ. സിറാത്തു സവി എന്ന് പറഞ്ഞാൽ ചൊവ്വായ മാർഗം. ആ മാർഗത്തിൽ പ്രവേശിച്ച ഏറ്റവും വലിയ മനുഷ്യന്മാർ അവരാണല്ലോ. അവരുടെ ചരിത്രവും അവരുടെ ഗുണങ്ങളുമൊക്കെയാണ് അംബിയയിലെ വിഷയം. ഇനി ഈ അധ്യായം തന്നെ, താഹ തന്നെ, അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ വല്ലാത്ത ഭയങ്കരമായൊരു വളരെ ടച്ചിങ് ആയ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഈ അധ്യായം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആൻ സൗഭാഗ്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, അല്ലാതെ എന്തല്ല, കഷ്ടപ്പാടല്ല, ദുർഭാഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവസാനിച്ചത് എങ്ങനെ ഞങ്ങൾക്കറിയാം. അത് ഭയങ്കര ത്വാഹയിലെ അവസാനം എന്ന് വെച്ചാൽ പറ്റവസാനമല്ല, 124-ാമത്തെ വചനം ഭയങ്കര. ഈ ഖുർആൻ എന്താണ്? ഖുർആൻ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെടാനല്ല, നിങ്ങൾക്ക് അതിലുള്ളത് സൗഭാഗ്യമാണ്, സമാധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കുന്നത് എങ്ങനെ അറിയോ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഈ പറയപ്പെടുന്ന ദിക്റിൽ നിന്ന്, ആ ഖുർആനാണ് ആ ദിക്ർ, ആ ദിക്റിൽ നിന്ന് ദിക്റിനെ ആരെങ്കിലും അവഗണിച്ചാൽ അവന് ഭയങ്കര കൊടുസായ ജീവിതം ഉണ്ടാവും. മാത്രമല്ല ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായാണ് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചപ്പോ എന്തോ ഈ ഒരു പാരസ്പര്യം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പരസ്പര ബന്ധമാണ് ഇത് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഒരു പരസ്പര ബന്ധമല്ലാത്തതാണ്. ആ ആയത്തും ഈ സൂറത്തും അല്ലെങ്കിൽ ഈ സൂറത്തും കഴിഞ്ഞ ഒരു ബന്ധമല്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ആ ധാരണ തെറ്റാണ്. മനസ്സിലായി? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സൂറത്തിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ട്, ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യമാകും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതെന്താ വെച്ചാൽ ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. തർക്കീസു ഫീ ഉസൂലുദ്ദീൻ, അതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമാധാനം കിട്ടും. ദീനിന്റെ അടിസ്ഥാന വിഷയമാണ് തൗഹീദ്, നുബുവത്ത്, ബഅസ്. ബഅസ് എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള പുനരുത്ഥാനം. നുഷൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവസാനം ഒരുമിച്ച് കൂട്ടൽ. ഇതൊക്കെ ഉസൂലുദ്ദീനാണ്, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഇതിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താക്കണം? ശ്രദ്ധിക്കണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ഈ സൂറയിലുണ്ട്. ഈ സൂറയിലെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പിന്തുണ നൽകി, ശക്തി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഈ സൂറക്ക് വല്ലാത്ത പങ്കുണ്ട്.
ഒരുപാട് പരിഹാസങ്ങളും കളവുകളും നമ്മൾ പറഞ്ഞല്ലോ, തന്ത്രങ്ങളും. അതിനെതിരിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചു നിന്നത് ഇതാണ്. ഭയങ്കരമാണ്. അത് എവിടെ വരെ എന്ന് വെച്ചാൽ, ഞാൻ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്നാ എന്ന് പറഞ്ഞുകൊണ്ട്. അള്ളാഹു ആരാണ്? അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അതിന്റെ മുമ്പ് അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, വലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ. അള്ളാഹുവിൻ്റെതാണ് ആകാശവും ഭൂമിയും അതിനിടക്കുള്ളതും ഭൂമിയുടെ അടിയിലുള്ളതും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അള്ളാഹുവിൻ്റെ ആ പരമമായ ഒരു ശക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുത്തുക. അങ്ങനെ നബിയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളും ചിന്തിക്കേണ്ടത് അതാണ്. നമ്മുടെയൊക്കെ വ്യക്തിത്വം രൂപപ്പെടേണ്ടത് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ വരുമ്പോഴേക്ക് നമ്മൾ ഉരുകി ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു രൂപപ്പെടുത്തൽ നമ്മളിൽ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, പ്രവാചകന്മാരുടെ കഥകൾ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ കഥ വിശദീകരിച്ചാ പറഞ്ഞത്. 9-ാമത്തെ വചനം മുതൽ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വഹൽ അതാക ഹദീസു മൂസാ. എന്തോ രസമുള്ള ഒരു ചോദ്യം എന്ന് പറയും. റസൂലിനോടാ ചോദിക്കണത്, മൂസായുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ, നീ അറിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പറയാം. അത് ഭയങ്കര രസമായിട്ടാണ് പറയണത്. അത് കുറേ സ്റ്റെപ്പുകളായി പറയുന്നുണ്ട്, സ്റ്റെപ്പുകളായി, മനസ്സിലായില്ലേ? എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ നിഅമത്തുകളെ ഇങ്ങനെ പറയുന്നുണ്ട്. ദഅവത്ത് നിർവഹിക്കുന്ന മാർഗത്തിൽ തൻ്റെ സഹോദരൻ്റെ കൂടെ ഫിറഔന്റെ അടുത്തേക്ക് പോയ കഥ, അവിടെ അവർ കാണിച്ച മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളുടെ മുമ്പിൽ ഈ സാഹിറുകൾ പരാജയപ്പെട്ടത്, അതിങ്ങനെ വിശദീകരിച്ചിട്ട് ഭയങ്കര രസമായിട്ടാണ് വിശദീകരിക്കണം. എന്നിട്ട് ഇങ്ങനെ അവസാനം 76-ാമത്തെ വചനത്തിലെത്തുമ്പോൾ അത് ഭയങ്കര അത്ഭുതം. 76-ാമത്തെ വചനം, ജന്നാത്തു അദ്നിൻ തുജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതുവരെ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചിട്ട് പറയാണ് എന്ത്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കിട്ടുന്നത് എന്താന്ന് ചോദിച്ചാൽ, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഒരു വല്ലാത്ത ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഭയങ്കരമായ ഒരു അനുഭവമുണ്ടായ സംഗതിയാണ്. അതുപോലെ പിന്നീട് മൂസാ അലൈഹി ഇസ്ലാമും ഫിർഔനും തമ്മിലുള്ള വർത്തമാനം സംസാരിക്കണം. അതിനുശേഷം അതിൽ മൂസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ശ്രദ്ധിച്ച ശ്രദ്ധ, അള്ളാഹു കൊടുത്ത സെക്യൂരിറ്റി, അതിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് രൂപപ്പെടുത്തുകയാണ്. മൂസാ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയ രീതി, മൂസാ അലൈഹി ഇസ്ലാമിനെതിരിൽ വന്ന ശത്രുക്കളെ നശിപ്പിച്ച രീതി ഭയങ്കരമാണ്. അത് വല്ലാത്തൊരു രസകരമായി അത് പറയുന്നുണ്ട്. ഭയങ്കര രസ. അതിലുണ്ട് 77-ാമത്തെ വചനം മുതൽ വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രി അവിടുന്ന് വിടാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ പറയും. എന്നിട്ട് അവസാനിക്കുന്നത് 98-ാമത്തെ വചനത്തിലാണ്. ഇന്നമാ ഇലാഹുക്കും അല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? അതെല്ലാവർക്കും അറിയാലോ. അള്ളാഹു മാത്രമാണ് എന്ത്, നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ഇലാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വസ്യ കുല്ല ഷൈഇൻ ഇൽമാ. നിങ്ങൾ വിചാരിക്കരുത്, അതാണ് വസ്യ കുല്ല ഷൈഇൻ ഇൽമാ. അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. നിങ്ങൾ വിചാരിക്കരുത് മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ കുഫാറുകളുടെയോ ശത്രുക്കളുടെയോ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് അറിയണില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അള്ളാഹു അറിയുന്നുണ്ട്. അതാണ് വസ്യ കുല്ല ഷൈഇൻ ഇൽമാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഭയങ്കര രസമാണ് ഈ കഥ പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനം പറഞ്ഞു വെക്കുന്നത്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ. ഇപ്രകാരം മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയുള്ള വൃത്താന്തങ്ങൾ നാം നിനക്ക് വിവരിച്ചു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു വല്ലാത്ത രസമാണ്. എന്നിട്ട് ഇങ്ങനെ ഖുർആനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് 113-ാമത്തെ വചനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ ഈ ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്ന ഒരൊറ്റ കാര്യം പറയാൻ, എന്താ വെച്ചാൽ ഈ രീതി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാലേ രക്ഷയുള്ളൂ എന്ന് കൃത്യമായി
പറയാനാണ്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അദാബിന് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്കുണ്ടാകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചില ഉപദേശങ്ങളോടുകൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ.